ലോൺ എടുക്കാനോ ക്രെഡിറ്റ് കാർഡിന് അപേക്ഷിക്കാനോ പോയപ്പോൾ സാമ്പത്തിക സ്ഥിതി നന്നായിട്ടും നിരസിക്കപ്പെട്ട അനുഭവം നിങ്ങൾക്കുണ്ടോ? ഇതിനൊരു കാരണം നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ആയിരിക്കാം. ഈ പ്രശ്നത്തിന്റെ പരിഹാരങ്ങൾ അറിഞ്ഞാലോ? ജനഹിതം 24/7 എല്ലാവർക്കും സ്വാഗതം. ക്രെഡിറ്റ് സ്കോർ സ്ഥിരമല്ല എന്നതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഇത് കൂട്ടാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ ക്രെഡിറ്റ് സ്കോർ കൂട്ടാനും തെറ്റുകൾ ഒഴിവാക്കാനും സഹായിക്കുന്ന ലളിതവും ഫലപ്രദവുമായ വഴികളാണ് പറയാൻ പോകുന്നത്. ക്രെഡിറ്റ് സ്കോർ എന്താണ് എന്നറിയാത്തവർക്ക് വേണ്ടി അക്കാര്യം തന്നെ ആദ്യം വിശദീകരിക്കാം. ക്രെഡിറ്റ് സ്കോർ എന്നത് നിങ്ങളുടെ കടം തിരിച്ചടയ്ക്കാനുള്ള കഴിവിനെ സൂചിപ്പിക്കുന്ന ഒരു സംഖ്യയാണ്. ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾ കടം വാങ്ങിയ പണം തിരിച്ചടയ്ക്കാൻ എത്രത്തോളം സാധ്യതയുണ്ടെന്ന് ബാങ്കുകൾക്കും വായ്പ നൽകുന്നവർക്കും ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യയിൽ ക്രെഡിറ്റ് സ്കോർ സാധാരണയായി 300-നും 900-നും ഇടയിലാണ്. 750-ന് മുകളിൽ ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ നല്ലതാണ്. നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ വായ്പകൾക്കും ക്രെഡിറ്റ് കാർഡുകൾക്കും എളുപ്പത്തിൽ അനുമതി ലഭിക്കും. ഒപ്പം കുറഞ്ഞ പലിശ നിരക്കും കൂടുതൽ ക്രെഡിറ്റ് ലിമിറ്റും ലഭിക്കും. ഒരു വീട് വാടകയ്ക്കെടുക്കാനോ യൂട്ടിലിറ്റികൾക്ക് കുറഞ്ഞ നിക്ഷേപം നൽകാനോ ഉള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടുത്തുന്നത് നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം മെച്ചപ്പെടുത്തുന്നതിന് തുല്യമാണ്. ഇതിനായി ആദ്യം നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് കൃത്യമായി പരിശോധിക്കുക. പലരും ക്രെഡിറ്റ് റിപ്പോർട്ട് ഒരിക്കലും പരിശോധിക്കാറില്ല. അത് വലിയൊരു തെറ്റാണ്. കൃത്യമായി ഇക്കാര്യങ്ങൾ പരിശോധിച്ചാൽ നിങ്ങളുടെ സ്കോറിനെ ബാധിക്കുന്ന തെറ്റുകളോ കാലഹരണപ്പെട്ട വിവരങ്ങളോ ഒക്കെ കണ്ടെത്താൻ സാധ്യതയുണ്ട്. ഏത് അക്കൗണ്ടുകളാണ് നിങ്ങളുടെ സ്കോർ കുറയ്ക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ സ്കോർ ഓരോ മാസവും മെച്ചപ്പെടുന്നതിനനുസരിച്ച് പുരോഗതി ട്രാക്ക് ചെയ്യാൻ ഇത് സഹായിക്കും. ഓൺലൈനിൽ ഇക്കാര്യം പരിശോധിക്കാൻ കുറച്ച് മിനിറ്റുകൾ മാത്രമേ എടുക്കൂ. അതുപോലെ നിങ്ങളുടെ ബില്ലുകൾ കൃത്യസമയത്ത് അടയ്ക്കുക എന്നതാണ് നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടാക്കുന്നതിനോ നിലനിർത്തുന്നതിനോ വേണ്ടി പ്രധാനമായും ചെയ്യേണ്ടത്. പേയ്മെന്റ് ഹിസ്റ്ററി നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിന്റെ ഏകദേശം 35% വരും. മാത്രമല്ല, ഒരു ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ലോൺ പേയ്മെന്റ് തെറ്റിച്ചാൽ പോലും നിങ്ങളുടെ സ്കോറിന് കാര്യമായ കേടുപാടുകൾ സംഭവിക്കാം. മറന്നുപോകുന്നത് ഇല്ലാതാക്കാൻ നിങ്ങളുടെ ബില്ലുകൾക്കും EMI-കൾക്കും ഓട്ടോ പേ ഓൺ ചെയ്യുന്നതാണ് നല്ലത്. ഡ്യൂ ഡേറ്റുകൾ ട്രാക്ക് ചെയ്യാൻ റിമൈൻഡറോ മറ്റേതെങ്കിലും ആപ്പുകളോ ഉപയോഗിക്കുക. അതുപോലെ ഭാഗിക പേയ്മെന്റുകൾ ഒഴിവാക്കുക കൂടി ചെയ്യാം. എപ്പോഴും മിനിമം ഡ്യൂ അല്ലെങ്കിൽ മുഴുവൻ കുടിശ്ശിക തുകയും അടയ്ക്കുക. കൃത്യസമയത്തുള്ള പേയ്മെന്റുകൾ വഴി നിങ്ങൾ ഉത്തരവാദിത്തമുള്ളവരും വിശ്വസനീയരുമാണെന്ന് വായ്പ നൽകുന്നവർക്ക് തോന്നാൻ കാരണമാകും. ക്രെഡിറ്റ് ഉപയോഗം കുറഞ്ഞ നിലയിൽ നിലനിർത്തുക എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ക്രെഡിറ്റ് ഉപയോഗം എന്നത് നിങ്ങളുടെ ലഭ്യമായ ക്രെഡിറ്റ് ലിമിറ്റിന്റെ എത്രത്തോളം നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നതാണ്. ഇത് 30%-ന് താഴെ നിലനിർത്താൻ ശ്രമിക്കുക. ഉദാഹരണത്തിന്, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് 1 ലക്ഷം ആണെങ്കിൽ ഒരു മാസത്തിൽ 30,000-ൽ കൂടുതൽ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. ഉയർന്ന ഉപയോഗം സാമ്പത്തിക സമ്മർദ്ദത്തെയോ ക്രെഡിറ്റിനെ കൂടുതലായി ആശ്രയിക്കുന്നതിനെയോ ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ സ്കോറിനെ ദോഷമായി ബാധിക്കും. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ക്രെഡിറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ബാങ്കിനോട് നിങ്ങളുടെ ലിമിറ്റ് വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെടുന്നത് നല്ലതാണ്. കൂടുതൽ ചെലവഴിക്കാൻ വേണ്ടിയല്ല, നിങ്ങളുടെ ഉപയോഗ അനുപാതം കുറയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അമിതമായി വായ്പകൾക്കോ കാർഡുകൾക്കോ അപേക്ഷിക്കുന്നത് ഒഴിവാക്കുക കൂടി വേണം. നിങ്ങൾ ഓരോ തവണ അപേക്ഷിക്കുമ്പോഴും വായ്പ നൽകുന്നവർ നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ ഒരു ഹാർഡ് എൻക്വയറി നടത്തുന്നുണ്ടാകും. കുറഞ്ഞ സമയത്തിനുള്ളിൽ നിരവധി എൻക്വയറികൾ വരുന്നത് നിങ്ങളുടെ സ്കോർ കുറയ്ക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും ക്രെഡിറ്റ് ആവശ്യമുള്ളപ്പോൾ മാത്രം അപേക്ഷിക്കുക. വായ്പകൾ അല്ലെങ്കിൽ കാർഡ് അപേക്ഷകൾക്കിടയിൽ കുറഞ്ഞത് 6 മാസത്തെ ഇടവേള എടുക്കുക. സാധ്യമാവുമ്പോഴെല്ലാം പ്രീ അപ്രൂവ്ഡ് ഓഫറുകൾ തിരഞ്ഞെടുക്കുക. ഇത്തരം ഓഫറുകൾ പൊതുവെ സ്കോറിനെ ബാധിക്കില്ല. പഴയ അക്കൗണ്ടുകൾ നിലനിർത്തുക എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലരും അവരുടെ ഫിനാൻഷ്യൽ പ്രൊഫൈൽ വൃത്തിയാക്കാനായി പഴയ ക്രെഡിറ്റ് കാർഡുകൾ റദ്ദാക്കാറുണ്ട്. എന്നാൽ ഇത് വിപരീത ഫലം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചെറിയ പതിവായ ഇടപാടുകൾ നടത്തി ഓരോ മാസവും പൂർണ്ണമായി അടച്ചുകൊണ്ട് ദീർഘകാല അക്കൗണ്ടുകൾ സജീവമായി നിലനിർത്തുകയാണ് വേണ്ടത്. ക്രെഡിറ്റ് സ്കോർ കൂട്ടാനും നിലനിർത്താനുമുള്ള പ്രധാന മാർഗങ്ങൾ ഇവയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ഇതുപോലുള്ള മറ്റു വീഡിയോകൾക്കായി ജനഹിതം 24/7 സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.